പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മാർച്ച് മാസം 11-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. പാതിനോമ്പിൻ്റെ ദിവസമാണ്. ഇന്നു മുതൽ കൂടുതൽ തീക്ഷ്ണതയോടെ ഉത്ഥാന തിരുനാളിന് വേണ്ടി ഒരുങ്ങാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പുതിയ ദിവസം നൽകിയ നല്ല തമ്പുരാന് നന്ദി പറയാം. ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളും ഈശോയുടെ കൃപ നിറഞ്ഞതാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 48-ാം വചനത്തിൻ്റെ അവസാന ഭാഗം ധ്യാനിക്കാം. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു ദാവീദിൻ്റെ പുത്രനാണെന്ന് തിരിച്ചറിയാനുള്ള കൃപ ബർത്തേമിയൂസ് എന്ന അന്ധയാചകന് ലഭിച്ചു. അവനിലൂടെയല്ലാതെ തനിക്ക് രക്ഷ കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ പ്രതിബന്ധങ്ങളെ അതിജീവിച്ചു കൂടുതൽ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ അവൻ തയ്യാറായി. അവന് കാഴ്ച ലഭിക്കുകയും ചെയ്തു. കർത്താവേ, ബർത്തേമിയൂസിനെ പോലെ അങ്ങ് മാത്രമാണ് ഏക കർത്താവെന്നും അങ്ങയിലൂടെയല്ലാതെ രക്ഷപ്പെടാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനാ ജീവിതം ശക്തിപ്പെടുത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഉണ്ടാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.